പവിത്രം സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ മുത്തശ്ശിയുടെ ആഗ്രഹം പോലെ തന്നെ വിക്രമും വേദയും ഒരുപാട് അങ്ങ് അടുക്കുന്ന നല്ല നല്ല കിടിലൻ രംഗങ്ങളാണ് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കണ്ടിരുന്നത്. പിന്നെ ശങ്കരനാരായണന്റെ മനസ്സിലാണെങ്കിൽ വിക്രമിനോട് ഒരു പ്രത്യേക സ്ഥാനമൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. ശങ്കരനാരായണന്റെ മനസ്സിൽ വേദയോടും ഭയങ്കര സ്നേഹമായിരിക്കും. വേദ ജൂനിയറായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയെന്ന് പത്മം പറയുന്നത് കേൾക്കുന്ന സമയത്തിന് ശങ്കരനാരായണൻ ഒരുപാടധികം സന്തോഷമാവാണ്. എന്തുകൊണ്ട് വേദയ്ക്ക് ചേർന്ന പയ്യൻ തന്നെയാണ് വിക്രമി എന്ന് സത്യം ശങ്കരനാരായണൻ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ വിക്രമി ഇനി സ്വന്തം മരുമോനായിട്ട് അംഗീകരിക്കാനൊക്കെ ശ്രമിക്കുമായിരുന്നു. അങ്ങനെ എല്ലാവരും ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്തായിരിക്കും പെട്ടെന്ന് ഇവരുടെ ജീവിതത്തിലേക്ക് വലിയൊരു പ്രശ്നം തന്നെ കടന്നു വരുന്നത്. വലിയൊരു പ്രശ്നം ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതോടുകൂടി തന്നെ ഇത്ര കാലം വിക്രമും വേദയും ഒരുപാടധികം സ്നേഹത്തോടെ ഇങ്ങനെ കഴിയാൻ തുടങ്ങുന്ന ആ ഒരു സമയത്തായിരിക്കട്ടോ വേദയും വിക്രവും തമ്മിൽ പിരിയാനുള്ള ഒരു സാഹചര്യം വരെ വരുന്നത്. വിക്രം ഇങ്ങനെ വർക്ക്ഷോപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തിന് വിക്രത്തിന് പരിചയമുള്ള ഒരാൾ സഹായം ചോദിച്ചിട്ട് വിക്രത്തിൻ്റെ അടുത്തേക്ക് വരും. എന്നാൽ ആ സമയത്തൊന്നും വിക്രം അയാൾക്ക് സഹായം ചെയ്തു കൊടുക്കുന്നില്ല. പിന്നീട് ഒരിക്കൽ അയാളെ കാണുന്ന സമയത്തിന് അയാൾ ഇങ്ങനെ റോട്ടിലൂടെ വളരെയധികം വിഷമിച്ചിട്ട് കണ്ണൊക്കെ തുടച്ചിങ്ങനെ നടന്നു പോകുന്നതും കണ്ടുകൊടുത്തിനെ വിക്രം അങ്ങോട്ടേക്ക് ചെന്നിട്ട് കാര്യം അന്വേഷിക്കും. ആ സമയത്തിന് അയാൾ വിക്രത്തിനോട് കാര്യമൊന്നും തന്നെ തുറന്നു പറയുന്നില്ല. അയാൾ വിക്രമിനോട് പറയുന്നത് നിങ്ങളൊക്കെ ഉണ്ടായിട്ട് എന്താ കാര്യം, ഒന്നുകിൽ പോലീസുകാരൻ നല്ലവരായിരിക്കണം, അല്ലെങ്കിൽ പിന്നെ നാട്ടിലുള്ള ചെറുപ്പക്കാരൊക്കെ നല്ലവരായിരിക്കണം. നിങ്ങളെ കൊണ്ടൊന്നും യാതൊരുവിധ കാര്യവുമില്ല. ഇപ്പോഴുള്ള ചെറുപ്പക്കാരൊന്നും ഒരു പ്രശ്നത്തിലും ഒന്നിലും തന്നെ ഇടപെടാനൊന്നും വരുന്നില്ല. നിങ്ങളെ കൊണ്ടൊന്നും നാടിനൊരു നന്മയില്ല എന്നൊക്കെ പറഞ്ഞ് പരസ്പരം ഒരു ബന്ധവുമില്ലാതെ വിക്രമിനോട് ഇങ്ങനെ സങ്കടപ്പെട്ട് ഇങ്ങനെ പിറുപിറുത്തോണ്ടിരിക്കുകയാണ്. അന്നേരം വിക്രം പറഞ്ഞൊരു കാര്യം എന്താണെങ്കിലും തുറന്നു പറയും ചേട്ടാ, ചേട്ടൻ അന്ന് എൻ്റെ അടുത്ത് സഹായം ചോദിച്ചു വന്നു എന്നുള്ളത് ശരിയാണ്, പക്ഷേ അന്ന് എനിക്ക് സഹായം തരാൻ പറ്റിയില്ല. അതുകൊണ്ട് എന്താണ് കാര്യമെന്നെങ്കിൽ നിങ്ങൾ വ്യക്തമായിട്ട് തുറന്നു പറയാമെന്നൊക്കെ പറയാണ് വിക്രം. അന്നേരം ആ ചേട്ടൻ പറഞ്ഞിന് ഇനിയിപ്പോൾ ഞാൻ നിന്നോടതൊക്കെ തുറന്നു പറഞ്ഞിട്ട് എന്താ കാര്യം, അന്ന് നിൻ്റെ അടുത്ത് ഞാൻ സഹായം ചോദിച്ചു വരുന്ന സമയത്തിന് നീ എന്നെ സഹായിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. പക്ഷേ നീ ആ സമയത്ത് എന്നെ അവഗണിച്ചു, നീ അത് ചെയ്തു തന്നില്ല, ഇനി ഏതായാലും നിൻ്റെ ആവശ്യം എനിക്കില്ല എന്നൊക്കെ പറഞ്ഞ് വിക്രമിനെ എന്നെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണ്. അന്നേരം വിക്രം ചോദിക്കുന്നതിന് എന്താ ചേട്ടാ കാര്യം എന്താണെങ്കിലും ചേട്ടൻ തുറന്നു പറ, എന്താണെങ്കിലും കാര്യം തുറന്നു പറയാമെന്നിങ്ങനെ വിക്രം നിർബന്ധിച്ച് പറയുന്ന സമയത്തിന് വിക്രത്തിൻ്റെ കൂട്ടുകാരും അതേ ചോദ്യം തന്നെ അയാളോട് ചോദിക്കുകയാണ്. അന്നേരം അയാൾ വിക്രമിനോടൊന്നും തുറന്നു പറയുന്നില്ല എന്ന് മാത്രമല്ല വിക്രമിനെ കൂട്ടിക്കൊണ്ട് അയാൾ നേരെ ഹോസ്പിറ്റലിലേക്ക് പോവാണ്. ഹോസ്പിറ്റലിലേക്ക് പോയതിന് ശേഷം അയാളുടെ മകൾ ഇങ്ങനെ ഹോസ്പിറ്റലിൽ കിടക്കുന്നതായിട്ട് വിക്രമിന് കാണിച്ചു കൊടുക്കും. എന്നിട്ട് പറഞ്ഞിട്ട് ദേ കിടക്കുന്നത് കണ്ടില്ലേ, എൻ്റെ മകളാണ്, പൊന്നേ തേനെ എന്ന് വളർത്തിക്കൊണ്ടുവന്ന് ഞങ്ങൾക്ക് ആകെപ്പാടെയുള്ളൊരു മോളാണ്. വയസ്സാവുന്ന കാലത്ത് ഞങ്ങൾക്കൊരു സഹായമായി തീരുമെന്ന് വിചാരിച്ച് ഞങ്ങളുടെ മകളിതാ ഇപ്പം മരണത്തോട് മല്ലടിച്ചിട്ട് ചക്രശ്വാസം വലിച്ചിട്ട് ICUയിൽ കിടക്കുകയാണ്. എൻ്റെ മകളെ ഈ നിലയിലാക്കിയിരുന്നവരൊക്കെ ഇപ്പതാ യാതൊരു കുഴപ്പവുമില്ലാതെ സമൂഹത്തിൻ്റെ മുന്നിൽ തല ഉയർത്തിപ്പിടിച്ച് നടക്കുകയാണെന്നൊക്കെ പറയട്ടോ അയാൾ. അപ്പോൾ എന്താ കാര്യം എന്നിങ്ങനെ വിക്രം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നടന്ന കാര്യങ്ങളെല്ലാം തന്നെ അയാൾ ആ ഒരു അച്ഛൻ ഇങ്ങനെ പറയാണ് തൻ്റെ മകൾക്ക് പറ്റി ആ ഒരു ക്രൂരതയെ പറ്റിയിട്ടൊക്കെ സംസാരിക്കുകയാണ്. കുറേ അധികം സാമൂഹിക വിരുദ്ധന്മാർ വന്നിട്ട് തൻ്റെ മകളെ റേപ്പ് ചെയ്തിട്ട് കൊല്ലാരാക്കിയെന്നും ഇപ്പതേ മരണത്തോട് മല്ലടിച്ചത് ഈ ഗതിയിലായിരിക്കുന്നു എന്ന കാര്യങ്ങളൊക്കെ വളരെ സങ്കടത്തോടു കൂടി തന്നെ ആ ഒരു അച്ഛൻ പറയുന്ന സമയത്തിന് വിക്രത്തിൻ്റെ ആകെ കൺട്രോൾ പോവുകയാണ്. വിക്രത്തിൻ്റെ കൂട്ടുകാർക്കും ഒരുപാടധികം സങ്കടമായിരിക്കും. കാരണം അത്രമാത്രം ക്രൂരമായിട്ടായിരിക്കട്ടോ ആ ഒരു പയ്യന്മാരെല്ലാം ചേർന്നിട്ട് ആ ഒരു പെൺകുട്ടീനെ അങ്ങ് പീഡിപ്പിച്ചിരിക്കുന്നത്. ആ പെൺകുട്ടിയാണെങ്കിൽ കുറേ അധികം പ്രായമുള്ള പെൺകുട്ടിയൊന്നുമല്ല, ചെറിയൊരു പെൺകുട്ടിയായിരിക്കും. കുറേ അധികം പയ്യന്മാർ കള്ളും കുടിച്ച് വന്നുകൊണ്ടതിനെ ഈ ഒരു കൊച്ചു കുഞ്ഞിനെ അങ്ങ് പീഡിപ്പിച്ചിരിക്കുകയാണ്, ലൈംഗികമായി പീഡിപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെ ബലാത്സംഗത്തിന് ഇരയായിക്കൊണ്ടതിനെ ആ കുഞ്ഞിപ്പോൾ ആകെ മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന വല്ലാത്തൊരവസ്ഥയിലായിരിക്കും. ഇത്ര ഒരു കൊച്ചു കുഞ്ഞിനോട് ഇത്ര ക്രൂരമായിട്ട് പ്രതികരിക്കാൻ വേണ്ടിയിട്ട് മൃഗത്തിൻ്റെ മനസ്സിലുള്ള ആൾക്കാർക്ക് മാത്രമേ കഴിയുള്ളൂ എന്നിങ്ങനെ ഡോക്ടറും വിക്രത്തിനോട് പറയുന്നുണ്ട്. ഡോക്ടറുടെ വാക്കെല്ലാം കേൾക്കുന്ന സമയത്തിന് വിക്രത്തിന് വല്ലാത്ത സങ്കടമായിരിക്കും. ഇത്രമാത്രം ക്രൂരമായിട്ട് ഈ പെൺകുട്ടിയോട് ചെയ്യാൻ മാത്രം ആരാണ് ഇതൊക്കെ ചെയ്തതെന്നൊക്കെ ചിന്തിച്ചുകൊണ്ടതിന് വിക്രത്തിന് ആകെ സങ്കടമായിരിക്കും കേട്ടോ. എന്നിട്ട് വിക്രം ഏതായാലും അതിൻ്റെ പുറകെ അന്വേഷിച്ച് ചെന്ന് നോക്കുന്ന സമയത്തിന് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് അവരുടെ പാർട്ടിയിൽ തന്നെയുള്ള ഒരാളുടെ മകനായിരിക്കും. വിക്രത്തിൻ്റെ പാർട്ടിയിലുള്ള MLA മകനായിരിക്കട്ടെ അങ്ങനെ ആ ഒരു പെൺകുട്ടിയോട് അങ്ങനെ ഒരു ക്രൂരത ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏതായാലും ഇനി ആ പയ്യനെ വെറുതെ വിട്ടാൽ ശരിയാവില്ല എന്ന് വിക്രം തീരുമാനിക്കുകയാണ്. സത്യമെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം വിക്രം ഏതായാലും ഈ കാര്യങ്ങളെല്ലാം തന്നെ ശ്രീനിവാസനോട് പോയി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞിട്ട് അവൻ ഇനി അങ്ങനെ വെറുതെ വിട്ടാലൊന്നും ശരിയാവില്ല, ഒരു പിഞ്ചു പെൺകുട്ടിയുടെ ജീവനാണ് അവൻ അങ്ങ് തൊലച്ചുകൊണ്ടിരിക്കുന്നത്. ആ പിഞ്ചു കുഞ്ഞങ്ങനെ മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന സമയത്തിന് എൻ്റെ സ്വന്തം ഏട്ടൻ്റെ കുഞ്ഞിനെയാണ് എനിക്ക് ഓർമ്മ വന്നത്. ഇനി ഒരിക്കലും ഒരു പെൺകുട്ടിക്കും ഇങ്ങനൊരു അവസ്ഥ ഉണ്ടാവരുത്. ആ ഒരു പെൺകുട്ടിയുടെ ഡീറ്റെയിൽസോ ആരും തന്നെ ഇനി പുറം ലോകം അറിയരുത്. പക്ഷേ ഇനി ഒരിക്കലും എനിക്ക് അവനെ വെറുതെ വിടാൻ പറ്റില്ല. ഇത്രമാത്രം ക്രൂരമായിട്ട് ഒരു പിഞ്ചു പെൺകുട്ടിയോട് ചെയ്ത് അവനെ ഇനി ഏതായാലും ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ദേഷ്യത്തിലായിരിക്കട്ടെ വിക്രം. അവൻ ഇനി ഒരിക്കലും ഈ ലോകത്ത് ജീവിക്കാൻ പോലും അർഹതയില്ല എന്നൊക്കെ തന്നെ വിക്രം പറയുന്നത് കേൾക്കുന്ന സമയത്തിന് ശ്രീനിവാസൻ പറയുന്നുണ്ട് നിന്റെ വികാരമൊക്കെ ഇപ്പം എനിക്ക് മനസ്സിലാവുന്നുണ്ട് വിക്രം. പക്ഷേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇടപെടാൻ ഒരു പരിമിതിയുണ്ട് വിക്രം. അയാളിപ്പോൾ സമൂഹത്തിൽ ഉന്നത നിലയിലുള്ള ഒരാളാണ്, അയാളൊരു MLA അല്ലേ.
അയാൾ നമ്മുടെ പാർട്ടിയിലൊരു MLA അല്ലേ, അതുകൊണ്ട് തന്നെ അയാളുടെ മകനെ നമ്മൾ തന്നെ തുടർന്ന് വെച്ചാൽ അത് റിസ്ക് ഉള്ള ഒരു കാര്യമാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കട്ടോ ശ്രീനിവാസൻ സാറ്. എന്നാൽ ശ്രീനിവാസൻ സാറിന്റെ വാക്ക് കേൾക്കുന്ന സമയത്തിന് വിക്രത്തിന് അങ്ങ് ദേഷ്യം വരാണ്. വിക്രം ചോദിക്കുന്നത്, സാർ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്തായാലും അവനെ വെറുതെ വിടാനൊന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല സാർ, ഏതായാലും ഇതിൽ ഇടപെടൊന്നും വേണ്ട, അവൻ്റെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞ് വിക്രം ഭയങ്കര ദേഷ്യത്തിലായിരിക്കും. അപ്പോൾ ശ്രീനിവാസൻ സാറ് പറഞ്ഞിട്ട്, നീ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ വിക്രം, നിൻ്റെ കൂടെ തന്നെ എപ്പോൾ സപ്പോർട്ടായിട്ട് ഞാൻ നിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും, ഇനി നീ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ എന്നൊക്കെ പറഞ്ഞ് വിക്രമിന് എങ്ങനെ ആത്മവിശ്വാസം പകർന്നു കൊടുക്കുകയാണ്. അങ്ങനെ ശ്രീനിവാസൻ സാർ ഇനി എന്തൊക്കെ തന്നെ സംഭവിച്ചാലും തനിക്ക് സപ്പോർട്ടായിട്ട് തൻ്റെ കൂടെ നിൽക്കുമെന്ന വിശ്വാസത്തോടു കൂടി തന്നെ ആയിരിക്കും കേട്ടോ വിക്രം ഏതായാലും ആ ഒരു പയ്യൻ്റെ വീട്ടിലേക്ക് കയറി ചെല്ലുന്നത്. ആ പയ്യൻ്റെ ഒരു ഗസ്റ്റ് ഹൗസിലേക്കായിരിക്കും കയറി ചെല്ലുന്നത്. അവിടെ ആ പയ്യനോടൊപ്പം തന്നെ ആ ഒരു കൊച്ചു പെൺകുട്ടിയെ റേപ്പ് ചെയ്യാൻ ശ്രമിച്ച ആ ഒരു കൂട്ടുകാരും അവരുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കും. അങ്ങനെ വിക്രം ഏതായാലും ആ ഒരു താവളത്തിലേക്ക് ചെന്ന് കയറിയ ഉടനെ തന്നെ അവിടെ നിന്നും ഒരു പെൺകുട്ടി കരച്ചിലോട് കൂടി തന്നെ അവിടെ നിന്നങ്ങ് ഓടി രക്ഷപ്പെടുന്നുണ്ട്. അപ്പോഴേക്കും കാമഭ്രാന്തന്മാരെ പോലെ രണ്ട് പയ്യന്മാർ അവരുടെ പുറകെ തന്നെ ആ പെൺകുട്ടിയുടെ പുറകെ തന്നെ ഓടുന്നുണ്ടായിരുന്നു. അതിലൊന്ന് ആ ഒരു MLA മകനായിരിക്കും. അവനെ കയ്യിൽ കിട്ടിയ ഉടനെ തന്നെ വിക്രം ഏതായാലും അവനെ നല്ല രീതിയിൽ തന്നെ അങ്ങ് അടിച്ചു പരത്തുന്നുണ്ട്. ആ ഒരു കാഴ്ച കണ്ടതോടുകൂടി തന്നെ വിക്രത്തിന് മനസ്സിലാവാൻ ഇവന് സ്ഥിരം ഏർപ്പാട് ഇത് തന്നെയാണെന്നുള്ള കാര്യമൊക്കെ. വിക്രത്തിൻ്റെ കയ്യിൽ നിന്നും എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ആ ഒരു MLA മകൻ അവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയാണ്. എന്നാൽ വിക്രം വിട്ടുകൊടുക്കാതെ അങ്ങോട്ടേക്ക് ഓടട്ടോ. അങ്ങനെ ഓടിയിട്ട് ഇവർ റോട്ടിലൊക്കെ എത്തിയിട്ടുണ്ടാവും. അങ്ങനെ വിക്രം ഏതായാലും ഇയാളെ വിടുന്നില്ല എന്ന് മാത്രമല്ല, ഇയാളെങ്ങനെ തല്ലിച്ചതുക്കുന്ന ആ ഒരു രംഗമൊക്കെ കണ്ടുകൊണ്ടായിരിക്കട്ടോ വേദ അമ്പലത്തിൽ നിന്നും തിരിച്ചു വരുന്നത്. വേദ ഒറ്റക്കാർക്കും അന്ന് അമ്പലത്തിലേക്ക് പോയിരിക്കുന്നത്. അമ്പലത്തിൽ നിന്നും തിരിച്ച് ഓട്ടോയിൽ വന്നുകൊണ്ടിരിക്കുന്ന വേദ ഏതായാലും ആ ഒരു കാഴ്ച കാണാണ്. വിക്രം ഒരാളെ ഇങ്ങനെ നടു റോട്ടിലെടുത്ത് തുരത്തി അടിക്കുന്നതെല്ലാം തന്നെ വേദ കാണും. വിക്രമാണെങ്കിൽ വളരെ ക്രൂരമായിട്ട് തന്നെയായിരിക്കട്ടോ ആ ഒരു പയ്യനോട് പെരുമാറുന്നത്. വിക്രം അവനെ അടിക്കുന്ന സമയത്തൊക്കെ വിക്രമിൻ്റെ മനസ്സിൽ ആ ഒരു ചേട്ടൻ്റെ മകളായിരിക്കും, ആ ഒരു പിഞ്ചു കുഞ്ഞിൻ്റെ മുഖമായിരിക്കും വിക്രത്തിൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ക്രൂരമായിട്ട് തന്നെയായിരിക്കട്ടോ വിക്രം അവനോട് പെരുമാറുന്നത്. കാറിൻ്റെ ഉള്ളിലേക്ക് ഡോറൊക്കെ കൈ വെച്ചിട്ട് അങ്ങോട്ട് അടക്കുന്നുണ്ട്. കാറിൻ്റെ ഡോറിൻ്റെ ഉള്ളിലേക്ക് കൈ വെച്ചിട്ട് അടക്കുന്നുണ്ട് എന്ന് മാത്രമല്ല നെഞ്ചാക്കൂടൊക്കെ ഇങ്ങനെ ചവിട്ടി പൊളിക്കുന്നുണ്ട്. അങ്ങനെ ആകെ അവശനായിട്ട് വീണ് കിടക്കുന്ന അവനെ വീണ്ടും വിക്രം ഇങ്ങനെ തല്ലിച്ചതുക്കാട്ടോ. അങ്ങനെ അവശനായി കിടക്കുന്ന സമയത്ത് പോലും വിക്രം ഒരു ഇരുമ്പ് ദണ്ഡ് കൊണ്ട് ഇങ്ങനെ വളരെ ക്രൂരമായിട്ട് തന്നെയായിരിക്കും അവനെ ഉപദ്രവിക്കുന്നത്. എന്നാൽ ഈ ഒരു കാഴ്ചയെല്ലാം കാണുന്ന സമയത്തിന് വേദക്ക് ഭയങ്കര ദേഷ്യവും വെറുപ്പൊക്കെ തോന്നിപ്പോവാട്ടോ വേദക്ക്. ഇത്ര കാലം സ്നേഹം കൊണ്ട് മൂടിയിട്ടാണെങ്കിലും വിക്രത്തിനെ നന്നാക്കിയെടുക്കാമെന്നൊക്കെയായിരുന്നു ഇത്ര കാലം വേദ ചിന്തിച്ചു വെച്ചിരുന്നത്. പക്ഷേ വിക്രത്തിൻ്റെ ഈ ഒരു അടിയായിട്ട് ഇത്രമാത്രം ക്രൂരമായിട്ട് ഒരാളെ തല്ലിച്ചതുക്കുന്നതെല്ലാം കാണുന്ന സമയത്തിന് വേദയുടെ മനസ്സിൽ പിന്നീട് വിക്രത്തിനോട് ഭയങ്കര ദേഷ്യവും വെറുപ്പൊക്കെ ആയിരിക്കും. വിക്രം ഒരു ഗുണ്ടയാണെന്ന് പലവരും പറഞ്ഞത് മാത്രമേ വേദ കേട്ടിട്ടുള്ളൂ. പക്ഷേ ഒരു ഉറുമ്പിനെ പോലും വിക്രം നോവിക്കുന്നതും വേദ കണ്ടിട്ടില്ല. എന്നാൽ ഒരു മനുഷ്യനെ പച്ചക്കിട്ടിങ്ങനെ കൊല്ലാക്കൊല ചെയ്യുന്നതെല്ലാം തന്നെ കണ്ടു നിൽക്കാനുള്ള വേദ. എന്നാൽ വിക്രത്തിൻ്റെ മുഖത്തുള്ള ആ ഒരു ക്രൂരഭാവമെല്ലാം കാണുന്ന സമയത്തിന് വേദക്ക് സങ്കടവും ദേഷ്യമൊക്കെ വരികയാണ്. എന്നാലും വിക്രം ഏതായാലും അയാളെ അടിക്കലൊന്നും നിർത്തുന്നില്ല കേട്ടോ. ഒരു കല്ലെടുത്തിട്ട് വളരെ ക്രൂരമായിട്ടായിരിക്കും അവനോട് പെരുമാറുന്നത്. അവൻ എത്രമാത്രം ക്രൂരമായിട്ടാണോ ആ ഒരു കൊച്ചു പെൺകുട്ടിയോട് പെരുമാറിയത്, അതിനേക്കാൾ വളരെ മോശം രീതിയിലായിരിക്കും വിക്രം അവനോട് പെരുമാറുന്നത്. അങ്ങനെ വിക്രം നടു റോട്ടിൽ വെച്ച് അവനെ ഇട്ടിങ്ങനെ അടിക്കുന്ന സമയത്തിന് അവിടെ ചുറ്റും കൂടി നിൽക്കുന്ന ആ റോട്ടിൽ നിൽക്കുന്ന ആരും തന്നെ വിക്രമിനെ എതിർക്കാനോ വിക്രമിനെ തടയാനോ ഒന്നും വരുന്നില്ല കേട്ടോ. അങ്ങനെ അയാളെ ഇഷ്ടംപോലെ അങ്ങ് അടിച്ചൊതുക്കിയതിന് ശേഷം മാത്രമായിരിക്കും വിക്രം വീട്ടിലേക്ക് വരുന്നത്. എന്നാൽ വിക്രം വരുന്നതിൻ്റെ തൊട്ട് മുൻപേ തന്നെ വേദ അങ്ങോട്ടേക്ക് എത്തിയിരുന്നു എന്ന് മാത്രമല്ല വേദ ആരോടും ഒരു അക്ഷരം പോലും മിണ്ടാതെ അങ്ങനെ തല താഴ്ത്തിയിരിക്കുകയായിരിക്കും. അങ്ങനെ കുറേ കഴിഞ്ഞതിന് ശേഷം വിക്രം വീട്ടിലേക്ക് കയറി വരാണ്. വിക്രം വീട്ടിലേക്ക് കയറി വരുന്ന സമയത്തിന് വിക്രത്തിൻ്റെ ദേഹത്തൊക്കെ ചോരയുണ്ടായിരുന്നു. വേദ ഒന്നും അറിയാത്തതുപോലെ തന്നെ വിക്രത്തിനോട് ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങളിത് എവിടെ പോയതായിരുന്നു, നിങ്ങളുടെ ദേഹത്തും ഡ്രസ്സിലൊക്കെ ആകെ രക്തക്കറ പുരണ്ടിട്ടുണ്ടല്ലോ എന്നൊക്കെ പറയാണ്. അന്നേരം വിക്രം അതങ്ങ് തുടച്ചു മാറ്റിയിട്ട് അതൊന്നുമില്ല, അത് ഗ്രീസാണെന്നൊക്കെ പറഞ്ഞ് വേദയോട് കള്ളം പറഞ്ഞ് അവിടെ നിന്നങ്ങ് പോവാൻ നോക്കുകയാണ് വിക്രം. ആ സമയത്തിന് വേദ ദേഷ്യത്തോടെ തന്നെ ചോദിക്കുന്നുണ്ട്, എന്ത് ഗ്രീസോ? വിക്രം എന്നോട് കള്ളം പറയാനൊന്നും നോക്കണ്ട, ഞാൻ നേരിട്ട് കണ്ടതാണ്. നിങ്ങളുടെ ഡ്രസ്സിലും ദേഹത്തൊക്കെ ആയിരിക്കുന്നത് ചോരയാണ്, ചോരയുടെ പാടാണ്. നിങ്ങൾ ഒരാളെ ക്രൂരമായിട്ടിട്ട് അടിക്കുന്നതെല്ലാം തന്നെ ഞാൻ എൻ്റെ കണ്ണോട് കണ്ടു. ഒരു മനുഷ്യനോട് ഇത്രമാത്രം ക്രൂരമായിട്ട് നിങ്ങൾക്ക് എങ്ങനെ പെരുമാറാൻ പറ്റുന്നു? നിങ്ങളൊരു ഗുണ്ടയാണെന്ന കാര്യം പലവരും പറഞ്ഞത് മാത്രമേ ഞാൻ കേട്ടിട്ടുള്ളൂ. പക്ഷേ നിങ്ങളൊരു മൃഗത്തെ പോലെ ഇങ്ങനെ ക്രൂരനായിട്ട് കാണിക്കുമെന്ന് ഞാൻ ഒരിക്കലും ഓർത്തില്ല എന്നൊക്കെ പറയും. അത്രമാത്രം വൃത്തികെട്ട മനസ്സിൽ ക്രിമിനൽ മൈൻഡ് മാത്രം സൂക്ഷിക്കുന്ന ഒരാൾക്ക് മാത്രമേ മറ്റൊരാളോട് ഇങ്ങനെയൊക്കെ കാണിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് വേദ വിക്രത്തിനെ ഒരുപാട് അങ്ങ് കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണ്. വേദയുടെ വാക്കെല്ലാം കേട്ടുകൊടുത്തിട്ട് സുധാകര മാഷും കമലമ്മയും ശ്രീജയും നന്ദിനി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. ആ സമയത്തിന് വിക്രത്തിനെതിരായിട്ടായിരിക്കും വേദ സംസാരിക്കുന്നത്. കണ്ടില്ലേ അമ്മേ, അമ്മയുടെ മകൻ വന്നിരിക്കുന്നു, റോട്ടിൽ ഒരാളിട്ട് പട്ടിയിട്ട് തല്ലുന്നത് പോലെയാണ് തല്ലി ചതച്ചത് എന്നൊക്കെ പറയാണ് വേദ. അയാൾ ഇനി ജീവനോട് പോലും ഉണ്ടോ എന്ന കാര്യം എനിക്ക് സംശയമാണ്. അത്രമാത്രം ക്രൂരമായിട്ടാണ് വിക്രം അയാളെ തല്ലി ഒതുക്കിയത് എന്നൊക്കെ പറയാണ് വേദ. അന്നേരം വിക്രം ഒന്നും മിണ്ടാതെ അങ്ങനെ തല താഴ്ത്തി നിൽക്കുന്ന സമയത്തിന് വേദ വിക്രമിനെ ചോദ്യം ചെയ്യാണ്, അല്ല നിങ്ങൾ എന്തിനാണ് അയാളോട് അങ്ങനെയൊക്കെ ചെയ്തത്, ആർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ അയാളോട് അങ്ങനെയൊക്കെ ചെയ്തത് എന്നൊക്കെ ചോദിക്കും.
അന്നേരം വിക്രം വേദയോട് ദേഷ്യപ്പെട്ട് പറഞ്ഞിട്ട് നീ നിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി, എൻ്റെ കാര്യത്തിൽ നീ ഇടപെടാൻ വരണ്ടെന്നൊക്കെ പറഞ്ഞ് പയ്യെ അകത്തേക്ക് കയറി പോകാൻ നോക്കുന്ന സമയത്തിന് കമലമ്മ ചോദിക്കുന്നത് എന്താ മോനെ കാര്യം, നീ എന്തിനാണ് അങ്ങനെ ചെയ്തത്, നീ എന്തിനാണ് അയാളിട്ട് അടിച്ചത് എന്നൊക്കെ ചോദിക്കും. എന്താ മോനെ എന്ത് സംഭവിച്ചതെങ്കിലും ഈ അമ്മയോട് തുറന്നു പറയാമെന്ന് പറയുന്ന സമയത്തിന് ഒന്നുമില്ല അമ്മേ, ഏതായാലും ഇതിപ്പോൾ മറ്റാരോടും പറയാൻ എനിക്ക് താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞ് വിക്രം അവിടെ നിന്നങ്ങ് തിരിഞ്ഞു നടക്കാൻ തുടങ്ങുകയാണ്. അപ്പോഴേക്കും സുധാകരൻ മാഷിനങ്ങ് വല്ലാതാവും. മാഷ് ചോദിക്കുന്നത് നീ വീണ്ടും തുടങ്ങിയ ഒരു ഗുണ്ടായസൊക്കെ, അല്ലെങ്കിൽ തന്നെ ഗുണ്ടയുടെ അച്ഛനാണെന്നൊക്കെ പറഞ്ഞ് നാട്ടിൽ എനിക്ക് തലയുയർത്തി നടക്കാൻ പോലും പറ്റുന്നില്ല, ഇനിയിപ്പോൾ പോലീസുകാരും ഈ വീട്ടിലിങ്ങനെ ഇറങ്ങിക്കയറുമെന്നൊക്കെ ചോദിക്കാണ് സുധാകരൻ മാഷ്. വിക്രം ഏതായാലും ഒന്നും മിണ്ടാതെ അകത്തേക്ക് അങ്ങ് കയറി പോവാണ്. എല്ലാവരും ചേർന്നിട്ട് വിക്രത്തിനെ ഇങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണ്. വേദ പോലും വിക്രത്തിനെ ഇങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്ന സമയത്തിന് കമലമ്മ മാത്രം വിക്രത്തിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇതിനെ സംസാരിക്കുന്നുണ്ട്. എൻ്റെ മകനെ അങ്ങനെ ആരെയും വെറുതെ ഇട്ട് അടിക്കൊന്നുമില്ല, അങ്ങനെ അവൻ ഒരാളെ ഇട്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ അതിന് വ്യക്തമായിട്ടുള്ള കാരണം കാണുമെന്ന് പറയാണ് കമലമ്മ. ന്യായമായ കാര്യത്തിലല്ലാതെ എൻ്റെ വിക്രം ഒരിക്കലും ഇടപെടില്ല, അങ്ങനെ വിക്രം ഒരാളെ തല്ലിയിട്ടുണ്ടെങ്കിൽ അവൻ അത്രമാത്രം വൃത്തികെട്ടവനായിരിക്കുമെന്ന് പറയാട്ടോ കമലം. എന്നാൽ വേദ വിക്രമിൻ്റെ ആ ഒരു അടിയെല്ലാം നേരിട്ട് കണ്ടതുകൊണ്ട് തന്നെ വേദയുടെ മനസ്സിൽ ഭയങ്കര വെറുപ്പും ദേഷ്യമൊക്കെ തോന്നിപ്പോവാണ് വിക്രത്തിനോട്. അതുകൊണ്ട് തന്നെ വേദ നേരെ വിക്രത്തിനോട് സംസാരിക്കാമെന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ നേരെ മുറിയിലേക്ക് ചെന്ന് നോക്കുന്ന സമയത്തിന് വിക്രമാണെങ്കിൽ ശ്രീനിവാസൻ സാറോട് ഇങ്ങനെ ഫോണിൽ സംസാരിക്കായിരിക്കും. ലൗഡ് സ്പീക്കർ ഇട്ട് സംസാരിക്കുന്നത് കൊണ്ട് തന്നെ അവരുടെ സംസാരമെല്ലാം തന്നെ വേദ കേൾക്കുകയാണ്. വിക്രം ഏതായാലും ഈ കാര്യങ്ങളെല്ലാം വിളിച്ച് ശ്രീനിവാസൻ സാറോട് പറയുന്ന സമയത്തിന് ശ്രീനിവാസൻ സാർ പറയുന്നുണ്ട് നീ ഒന്നുകൊണ്ട് പേടിക്കേണ്ട വിക്രം, എന്ത് വന്നാലും ആ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. ആ മാർക്കറ്റിൽ ചുറ്റുകൂടി നിൽക്കുന്ന ആൾക്കാരൊക്കെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട, നിനക്കെതിരായിട്ട് അവിടെ സാക്ഷി പറയാൻ ആരും വരില്ല, ഇനി നിനക്ക് എന്തൊക്കെ തന്നെ സംഭവിച്ചാലും നിന്നെ ഞാൻ നോക്കിക്കോളാം, നിന്നെ ഞാൻ ഏറ്റെടുത്തോളാം എന്നൊക്കെ തന്നെ ശ്രീനിവാസൻ സാർ വിക്രത്തിന് വാക്ക് കൊടുക്കുകയാണ്. അന്നേരം ശരി സാർ എന്നൊക്കെ പറഞ്ഞ് വിക്രം സമാധാനത്തിൽ ഇങ്ങനെ ഫോൺ കട്ട് ചെയ്യുന്നുണ്ടെങ്കിലും ഇവരുടെ സംഭാഷണമെല്ലാം തന്നെ വേദ കേൾക്കുന്നുണ്ടായിരുന്നു. വേദ വല്ലാതെ വിക്രത്തിനെ അങ്ങ് തെറ്റിദ്ധരിക്കാണ്. വേദ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഓ അപ്പോൾ ആ രാഷ്ട്രീയക്കാരന് വേണ്ടിയിട്ടായിരിക്കുമല്ലേ വിക്രം ഇത്രമാത്രമൊക്കെ ആ ഒരു പയ്യനെ ഇത്ര ക്രൂരമായിട്ട് തന്നെ തല്ലിച്ചതച്ചത്. ശ്രീനിവാസൻ സാർക്ക് വേണ്ടിയിട്ട് തന്നെയായിരിക്കും വിക്രം ആ ഒരു പയ്യനെ തല്ലിച്ചതച്ചിരിക്കുന്നത്. എന്നിട്ട് ആ ശ്രീനിവാസൻ സാർ തന്നെയാണ് വിക്രത്തിനെ ഇങ്ങനെ സംരക്ഷിക്കുന്നത് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ വിക്രത്തിനെതിരായിട്ട് ഇങ്ങനെ മൊഴി പറയാൻ വേണ്ടിയിട്ടൊക്കെ തീരുമാനിക്കുന്നുണ്ട് വേദ. അങ്ങനെ പോലീസുകാർ ഏതായാലും ആ ഒരു പയ്യനെ തല്ലിച്ചതച്ചതിൻ്റെ കേസുമായിട്ട് അന്വേഷിക്കുന്ന സമയത്തിന് ആരും തന്നെ വിക്രത്തിനെതിരായിട്ട് സാക്ഷി പറയുന്നില്ല. അപ്പോഴേക്കും വേദ അങ്ങോട്ടേക്ക് കയറി ചെല്ലാണ്. എന്നിട്ട് വിക്രത്തിനെതിരായിട്ട് സാക്ഷി പറയും. വിക്രം ചെയ്ത കാര്യങ്ങളെല്ലാം തന്നെ വേദ കണ്ണോട് കണ്ടതാണല്ലോ, അതുകൊണ്ട് തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് കയറി ചെന്നിട്ട് വിക്രത്തിനെതിരായിട്ട് വേദ സാക്ഷി പറയുന്നുണ്ട്. വേദ വിക്രത്തിനെതിരെ മൊഴി കൊടുത്തത് കൊണ്ട് തന്നെ വിക്രത്തിൻ്റെ വീട്ടുകാർക്ക് എല്ലാവർക്കും പിന്നീട് വേദയോട് ദേഷ്യം വെറുപ്പുമായിരിക്കും. കമലമ്മക്ക് പോലും ഭയങ്കര അങ്ങ് വെറുപ്പും ദേഷ്യമൊക്കെ തോന്നിപ്പോവാട്ടോ വേദയോട്. ശ്രീനിവാസൻ സാറ് പറഞ്ഞത് കൊണ്ട് തന്നെ വിക്രത്തിനെതിരായിട്ട് ആരും തന്നെ മൊഴി കൊടുത്തിട്ടുണ്ടാവില്ല. വേദ മുന്നിട്ടിറങ്ങിയത് കൊണ്ട് മാത്രമാണ് കേട്ടോ ഇപ്പോൾ പോലീസുകാർ വിക്രത്തിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത്. വേദ ഒരൊറ്റ ആൾ കാരണം മാത്രമാണ് വിക്രം ഇപ്പോൾ ജയിലിലേക്ക് പോകുന്നത്. വേദയോട് കരഞ്ഞ് കാല് പിടിക്കുന്നത് പോലെ കമലമ്മ ഇങ്ങനെ കേണപേക്ഷിക്കുന്നുണ്ടെങ്കിലും വേദ ആണെങ്കിൽ ഉറച്ച സ്റ്റാൻഡിൽ തന്നെ നിൽക്കുകയാണ്. കമലമ്മ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, വേദമോളെ നീ ദയവ് ചെയ്ത് അവനെതിരായിട്ട് സാക്ഷിയൊന്നും പറയരുത്, വിക്രം അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല, വിക്രം അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അതിന് വ്യക്തമായിട്ടുള്ള കാരണം കാണും, ദയവ് ചെയ്ത് എൻ്റെ മോൾ അവനെ വിശ്വസിക്കണം, അവനെതിരായിട്ട് നീ മൊഴി കൊടുക്കരുത് എന്ന് പറയുന്ന സമയത്ത് കമലമ്മയെ എതിർത്തുകൊണ്ട് തന്നെ വേദ പറയുന്നുണ്ട്, ഇല്ലമ്മേ എനിക്കൊരിക്കലും അങ്ങനെ ചെയ്യാൻ കഴിയില്ല, എൻ്റെ മനസാക്ഷിക്ക് നിരക്കുന്നത് മാത്രമേ എനിക്ക് ചെയ്യാൻ കഴിയുന്നുള്ളൂ, എൻ്റെ കണ്ണോട് കണ്ട കാര്യം മാത്രമാണ് ഞാൻ മൊഴി കൊടുത്തിരിക്കുന്നത്, എൻ്റെ മനസാക്ഷിയുടെ അടിസ്ഥാനത്തിൽ നോക്കുന്ന സമയത്തിന് നിങ്ങളുടെ മകൻ വിക്രം ചെയ്തിരിക്കുന്നത് വലിയൊരു തെറ്റ് തന്നെയാണ്, ഇനി അവൻ ചെയ്തത് എന്ത് തെറ്റോ ആയിക്കോട്ടെ, ഇത്ര ക്രൂരമായിട്ട് ഇത്ര ക്രിമിനൽ മൈൻഡോട് കൂടി ഒരിക്കലും ആരോടും ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല, അതെല്ലാം കണ്ണോട് നേരിട്ട് കണ്ടു നിന്ന് എനിക്ക് ഏതായാലും വിക്രത്തിന് ഇപ്പോൾ ശിക്ഷ വാങ്ങിക്കൊടുക്കാനേ സാധിക്കുള്ളൂ, അല്ലാതെ ഇതെല്ലാം തന്നെ മനസ്സിലൊളിപ്പിച്ച് നടക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല എന്നൊക്കെ പറയാട്ടോ വേദ. വിക്രം തെറ്റ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു ശിക്ഷ വാങ്ങിച്ചു കൊടുത്തേ പറ്റൂ, അമ്മ എന്നോട് ക്ഷമിക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ വേദ ഏതായാലും മൊഴി കൊടുക്കുന്നുണ്ട്. അങ്ങനെ വേദയുടെ മൊഴി കൊണ്ട് മാത്രമായിരിക്കട്ടെ വിക്രം അങ്ങനെ അറസ്റ്റിലാവുന്നത്. അങ്ങനെ വിക്രത്തിന് പോലീസ് സ്റ്റേഷനിൽ അറസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും നേരെ കോടതിയിലേക്ക് എത്തിക്കും. കോടതിയിൽ വെച്ച് വേദ ഇത് തന്നെയായിരിക്കട്ടെ മൊഴി കൊടുക്കുന്നത്. എന്നാൽ വിക്രം ഇങ്ങനെ ഒരു കേസിൽ അകപ്പെട്ടു എന്ന കാര്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വേദയോട് വിക്രത്തിൻ്റെ വീട്ടുകാരും അതുപോലെ വേദയുടെ വീട്ടുകാരൊക്കെ പറയുന്നുണ്ട്, നീ ഒരിക്കലും ഇങ്ങനെ ഒരു മൊഴി കൊടുക്കരുത് പോലെ, അത് പിന്നെ നിനക്ക് തന്നെയായിരിക്കും പ്രശ്നമായിട്ട് വരിക എന്നിങ്ങനെ ദർശനമൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നിന്റെ മൊഴി അത്രമാത്രം സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ വിക്രത്തിന് കുറേ അധികം കാലം ശിക്ഷ കിട്ടാൻ ചാൻസ് ഉണ്ട് എന്നൊക്കെ ദർശൻ വക്കീൽ പറഞ്ഞു കൊടുക്കും. വിക്രത്തിന് ഒരു പക്ഷേ ഇതിൻ്റെ പേരിൽ ശിക്ഷ കിട്ടുകയാണെങ്കിൽ ഒരു 10 വർഷമെങ്കിലും ജയിലിൽ കിടക്കേണ്ടി വരും, ഒരു പക്ഷേ അത് ജീവൻ പര്യന്തം വരെ ആവാൻ സാധ്യതയുണ്ട്, അതൊക്കെ നിന്റെ ഭാവിയായിരിക്കും ബാധിക്കാൻ പോകുന്നത്, അതുകൊണ്ട് വേദ നീ ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യരുതെന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും ദർശൻ വക്കീലൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ഒരു 100 ആവർത്തി വേദയോട് പറയുന്നുണ്ടെങ്കിലും വേദ അതൊന്നും തന്നെ കണക്കിലെടുക്കുന്നില്ല. വേദയുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് വിക്രം ആ ഒരു ആളെങ്ങനെ തല്ലി ചതുക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ വിക്രത്തിനെതിരായിട്ട് ഏതായാലും വേദ മൊഴി കൊടുക്കുന്നുണ്ട് എന്ന് മാത്രമല്ല
വിക്രം അങ്ങ് ജയിലിലേക്ക് പോകുന്നുണ്ട്. അതോടുകൂടി തന്നെ പിന്നീട് അങ്ങോട്ടേക്ക് കമലമ്മക്കും മാഷിനും അങ്ങനെ വിക്രത്തിൻ്റെ വീട്ടുകാർക്കും അതുപോലെ തന്നെ വേദയുടെ വീട്ടുകാർക്കും എല്ലാവർക്കും വേദയോട് അങ്ങ് വെറുപ്പാവാണ്. വേദ എല്ലാ നിലയിലും അങ്ങ് ഒറ്റപ്പെട്ടു പോകുന്ന ഒരു കിടിലൻ രംഗങ്ങളൊക്കെയാണ് വരാൻ പോകുന്നത്. പിന്നീട് അങ്ങനെ കുറേ എപ്പിസോഡുകൾക്ക് ശേഷമായിരിക്കും സത്യമെല്ലാം തന്നെ മനസ്സിലാവുന്നത്. സത്യമെല്ലാം മനസ്സിലാക്കിയിട്ട് കുറ്റബോധത്തോടു കൂടി തന്നെ വേദ വിക്രത്തിൻ്റെ മുന്നിൽ ഇങ്ങനെ ആകെ തല താഴ്ത്തി പൊട്ടിക്കരയുന്ന ഒരു അടിപൊളി സൂപ്പർ സീൻസൊക്കെ ഇനി വരാൻ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ.